ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫ്രാൻസിലുള്ള ഒരു സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു കാർണിവലാണ് കേട്ടോ. കാർണിവലിൽ നമ്മളൊരു അരിക്കൊമ്പനായിട്ട് വേഷം ഇട്ടു. ഫ്രാൻസിലെ ലോഷസ് എന്ന് പറയുന്ന അടിപൊളി കിഡിലോസ്കി ടൗൺ ആയിട്ടുള്ള ഈ ടൗണിൽ സ്കൂൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സ്കൂൾ കാർണിവലാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കാർണിവൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിന്റർ ഏകദേശം കഴിഞ്ഞ ആ സമയത്ത് സ്പ്രിങ്ങിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ കളർഫുൾ ആയിരിക്കും എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ അതിനെ വെൽക്കം ചെയ്തുകൊണ്ട് സ്കൂൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക, കുട്ടികളുടെ എന്താ പറയുക ഒരു അവരൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്കൂൾ ഡിസൈഡ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഇത്. എല്ലാ വർഷവും ഈ സ്കൂള് അതുപോലത്തെ ഈ ഫ്രാൻസിലുള്ള സ്കൂളുകൾ ഓർഗനൈസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണിത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ ഘോഷയാത്രയായിട്ട് ബാൻഡ് സെറ്റും അതുപോലെ തന്നെ പ്ലോട്ടും ഈ പരിപാടികളൊക്കെ ആയിട്ട് റോട്ടിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോകില്ല, അതുപോലത്തെ ഒരു പരിപാടിയാണ്. ബട്ട് ദർ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ പെയിന്റ് അടിച്ച് കുറുക്കൻ്റെ കോലുണ്ടല്ലോ, കുറുക്കനാണെന്ന് തോന്നുന്നുണ്ട്, കുറുക്കൻ്റെ രൂപമാണത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, അവരൊരു വണ്ടിയിൽ ഇങ്ങനെ ഉന്തി കൊണ്ടുപോവാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ പേരൻസും നാട്ടുകാരും ക്ലബ്ബ് സംഘടനകളും എല്ലാവരും കൂടി ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് കേട്ടോ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ടീച്ചേഴ്സും സ്റ്റുഡൻസും പിന്നെ അവരുടെ പേരൻസും നാട്ടുകാരായിട്ടുള്ള ആളുകളും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളൊരു കോസ്റ്റ്യൂം ചൂസ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള കോസ്റ്റ്യൂമും അതുപോലെ തന്നെ മൊത്തത്തിലൊരു കളർഫുൾ പരിപാടി. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു 10 മണിയോടുകൂടി സ്കൂൾ പരിസരത്ത് എത്തുകയും അവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ടിനെ ലക്ഷ്യം വെച്ചിട്ട് ഈ പറയുന്ന ബാൻഡ് വാദ്യങ്ങളും തോരണങ്ങളും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതാ ഗൈസ്, മഞ്ഞക്കുറുക്കനെയും കൊണ്ടുവന്ന ഘോഷയാത്ര പ്ലേ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നു. കുറുക്കനെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് ചുറ്റും ബ്ലോക്ക് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ബാൻഡ് സെറ്റിൻ്റെ താളം അങ്ങനെ മുറുകി വരും കേട്ടോ. അമ്പം കൊട്ടാര് കൊട്ടണേ. അപ്പോൾ ആൾക്കാരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ ഒരു സംഭവം, എന്താ സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷയോടുകൂടി ഞാൻ നോക്കി നിൽക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 2-3 മിനിറ്റിന് ശേഷം കുറുക്കൻ്റെ പിൻഭാഗത്തു നിന്നൊരു പുക അങ്ങനെ പൊന്താൻ തുടങ്ങിയിട്ടോ. അതെ ഗൈസ്, കത്തിയെരിയുന്ന കുറുക്കൻ്റെ കുണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നവർ ഇത് പുല്ലുകൊണ്ടല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പേപ്പർ അങ്ങനെ എന്തൊക്കെയാണ്, കാരണം അത് കത്തുന്നില്ല, പുക അങ്ങനെ വരിക. അങ്ങനെ കുറുക്കൻ്റെ പിന്നാമ്പുറം അങ്ങനെ കത്തി ഏകദേശം അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബാൻഡ് സെറ്റ് അവിടെ തകൃതിയായിട്ട് വമ്പാൻ മുട്ടാട്ടോ. അതിനനുസരിച്ച് കുട്ടികളതിനനുസരിച്ച് ഡാൻസും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള വെള്ളവും ഡ്രിങ്ക്സും സ്നാക്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പുറത്തും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു സെലിബ്രേഷൻ വൈബ് അല്ലെങ്കിൽ ഒരു ഉത്സവം വൈബ് എന്നൊക്കെ പറയില്ലേ, ഒരു കിഡിലൻ വൈബ്. അങ്ങനെ ഇത് ഗൈസ്, നമ്മുടെ മഞ്ഞക്കുറുക്കൻ നിലം പതിക്കാൻ പോകുന്നു. നിലം പതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഏകദേശം കത്തി തീരാറായിട്ടുണ്ട്. എന്തായാലും ഇത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും പാരൻസിനും നാട്ടുകാർക്കും പേഴ്സണലി എനിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഘോഷയാത്രയും പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു കുറുക്കൻ്റെ കത്തിച്ചിട്ടുള്ള പരിപാടി ഒക്കെ ആദ്യമായിട്ടാണ്. നമ്മൾ ഈ എന്താ പറയുക, ന്യൂ ഇയറിൻ്റെ ഒക്കെ സമയത്ത് ഈ പറയുന്ന രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കത്തിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നന്ദി, നമസ്കാരം.